അപ്പൊ നമ്മൾ ഇന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ചലഞ്ച് വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു 5-6 വർഷങ്ങളായി നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു ഫുഡിന്റെ ഒരു ചലഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള ഒരു ചലഞ്ച് കുറെ നാളുകൾക്ക് ശേഷമാണ്. പക്ഷെ ഇവ വീണ്ടും പരാജയപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പണ്ട് തോൽവികളുടെ രാജകുമാരിയായിരുന്നു ഞാൻ, ഇപ്പൊ റാണിയായി. നോക്കാം. പക്ഷെ അന്നത്തേക്കാളും എനിക്ക് ഞാൻ അന്നത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ ഞാൻ വിചാരിക്കും, എനിക്ക് മനസ്സിലാവാറുണ്ട് ഇതൊരു ദുരന്താണോ ഈശ്വരാജ്. ഇതെന്ന് വെച്ചൊരു 7 seconds ചലഞ്ച് നമ്മളിന്ന് ചെയ്യാൻ പോണത്. 7 സെക്കൻഡിനുള്ളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറയുക എന്നുള്ളതാണ് ചലഞ്ച്. ബട്ട് ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പല ചോദ്യങ്ങളും ഞാൻ ഒഴിവാക്കി. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞപ്പോ ട്രോളാ. 5 വർഷം മുമ്പത്തെ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഫുൾ ട്രോൾ മെറ്റീരിയൽ. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു 5-6 വർഷം മുമ്പ്. അത് എന്താ പറയാ, അട്ടർ ഫ്ലോപ്പാണ്. ഞാൻ എന്തൊക്കെയാ ഇപ്പോഴും വലിയ വ്യത്യാസങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിക്കുന്നു അല്ല അതിനേക്കാളും വിവരം വെച്ചിട്ടുണ്ടാ. എനിക്ക് പ്രതീക്ഷയില്ലടി. ഒരു മിനിറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, സിംഗിൾ സീഡുള്ള 5 ഫ്രൂട്ട്സ്. ചക്ക, മാങ്ങ, തേങ്ങ, പപ്പായ, ഗ്രേപ്പ് ഫ്രൂട്ട്, പേരക്ക. പേരക്കയിലൊക്കെ എവിടെടാ സിംഗിൾ സീഡാണ്. അത് കിട്ടിയില്ല. അത് കാരണം 5 എണ്ണം. ഞാൻ എത്ര പറഞ്ഞു? 3 എണ്ണം. കൊറേ പറഞ്ഞു. പക്ഷെ പേരക്കയില എവിടെ? പേരക്കില്ല. പപ്പായില്ല. തേങ്ങയുണ്ട്. ഓക്കെ, നീ പറഞ്ഞൊരു 5 എണ്ണം. അവക്കാഡോ, മാംഗോ. ഇവരുടെ അടുത്തുള്ള ചോദ്യം വളരെ എളുപ്പ. ഫസ്റ്റ് ചോദ്യം ഞാൻ എത്ര കോംപ്ലിക്കേറ്റഡ് പിടിക്കാനുള്ള. ഇന്ത്യയിലുള്ള 5 സംസ്ഥാനങ്ങളുടെ പേര്. ഒന്നുകൂടി കേട്ടില്ല. കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. എത്ര എണ്ണം പറഞ്ഞു? 5 എണ്ണം പറഞ്ഞു. Five cartoon characters. ടോം ആൻഡ് ജെറി, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, അലാദീൻ, പോപ്പായ്. ചെറുപ്പത്തിൽ കാർട്ടൂൺ കണ്ട ഗുണമില്ല എന്ന് ആരടാ പറഞ്ഞത്? കണ്ടോ, ഗുണം ഇങ്ങനെ കിട്ടാ. ഇങ്ങനത്തെ ചലഞ്ചുകളിലായിരിക്കും അങ്ങനത്തെ ഗുണം വരുന്നത്. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ. വളരെ സിമ്പിൾ ചോദ്യം. ഓക്കെ, 68 എന്ന് പറഞ്ഞ നമ്പറിന്റെ പകുതി എത്രയാണ്? 34. ചോദ്യങ്ങൾ നിനക്കാണ് അയച്ചിട്ടത്. എനിക്കൊന്നും 68ന്റെ പകുതി എങ്ങനെ നിനക്ക് മനസ്സിലായി? എഴുതി വെച്ച് നോക്കിയാ എന്നാലും നിനക്ക് എങ്ങനെ കിട്ടണതൊക്കെ? 6ന്റെ പകുതി 3, 8ന്റെ പകുതി അതൊക്കെ അറിയാൻ പറ്റേണ്ടത്. ദൈവമേ, 68ന്റെ പകുതിയൊക്കെ പറഞ്ഞതല്ല. നസ്ലിൻ അറിയോ? നസ്ലിന്റെ 5 മൂവീസ്. പ്രേമലു, മോളിവുഡ് ടൈംസ്, പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ. സ്പീഡിൽ എനിക്ക് കിട്ടണ കേസ് മേരി മാർഗരറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഹാലൂസിനേഷനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അടുത്ത ചോദ്യം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 30 ദിവസങ്ങളുള്ള 5 മാസം. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. 11 മാസം ഉണ്ട് അല്ലേ? എനിക്കത് മനസ്സിലാവണ്ടേ. 11 മാസം ഉണ്ട്. 5 മാസങ്ങളുടെ പേര് പറയണായിരുന്നു. ഓ അങ്ങനെ. ഓക്കെ, അത് ബട്ട് സ്റ്റിൽ നീ പറഞ്ഞല്ലോ ഫീഡാവണില്ല. എല്ലാ മാസത്തിലും ഫെബ്രുവരി ഒഴിച്ച എല്ലാ മാസം. പക്ഷെ അത് 5 മാസം ആ ക്വസ്റ്റ്യൻ ഡിഫറെന്റ്. ഞാൻ അത് ഫീഡ് ചെയ്യാത്തോണ്ട് അതെനിക്ക് ഇല്ല. അപ്പൊ പോയിന്റ് ഇല്ലേ? വേണ്ട. ഓ, ചെറിയ അഹങ്കാരൊക്കെ വന്നു തുടങ്ങിയിട്ട് പോയിന്റ് വേണ്ടെന്ന്. അങ്ങനെയല്ല, എനിക്കത് ഫീഡായില്ല. എന്താണ് ഉദ്ദേശിക്കണേന്നുള്ളത് എനിക്ക് ഫീഡായില്ല. ചോദ്യം കറക്റ്റ് ആയിരുന്നല്ലോ. മറ്റേ ഇതാണ്. എന്താണ്? നീ വേണമെങ്കിൽ എടുത്തോ, പോയിന്റ് എടുത്തോ. എനിക്ക് നിന്റെ എനിക്ക് വേണ്ട. ക്വസ്റ്റ്യനുള്ള ഉത്തരല്ല പറഞ്ഞപ്പോ വേണ്ട. അടുത്ത ചോദ്യം. എനിക്ക് ഞാൻ മറ്റേ ട്യൂബ്ലൈറ്റ് സെറ്റപ്പ് ആണ്. അതാണ് ചില കാര്യം ഇവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് 3-4 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്താലും 3-4 ഇല്ല, 1-2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവും. മമ്മിയുടെ ഒക്കെ ഒരു കഷ്ടപ്പാട്. പഠിപ്പിച്ചിട്ടുണ്ട്. A to G വരെയുള്ള ആൽഫബറ്റ്സ് അറിയാമോ? A for apple, B for അങ്ങനെ പറ. A for apple, B for ball, C for cat, D for dog, E for elephant, F for fox, G for giraffe.
ജിറാഫ് ചെയ്യാന്ന് വിചാരിച്ചില്ല. സ്പീഡാവാൻ കുറച്ച് ടൈം എടുക്കും. ആദ്യം കിട്ടി. ഈ ചോദ്യങ്ങളൊക്കെ നെയ്തമാവേരെ അടുത്തോ അല്ലെങ്കിൽ എയ്തൽമാവേരെ അടുത്തൊക്കെ ചോദിക്കും. അവര് പറയുന്നത് ഉത്തരം കുറച്ച് ഡിഫിക്കൽട്ട് വളരെ സിമ്പിൾ ചോദ്യമാണ് സാധാരണക്കാർക്ക്. നിനക്ക് എങ്ങനെയായിരിക്കും അറിയില്ല, ചിലപ്പോ നീ ഫെയിൽ ആവും, പ്രിപ്പയർ ആവട്ടെ. എടാ നീ ചോദിക്കണം അങ്ങനത്തെ ഇതൊന്നും വേണ്ട. അപ്പൊ എന്റെ കോൺഫിഡൻസ് താഴേക്ക്. ഓക്കെ, ചോദ്യം ഇതാണ്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇത്ര നാൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പറയാം. ഞാനല്ലാതെ പിന്നെ ആര്? ഒരു സെക്കൻഡിലേക്ക് ഉത്തരം അതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാനല്ലാതെ പിന്നെ ആര്? തകർത്ത് ഒരു രക്ഷയില്ലാട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനൊക്കെ എന്താ ഇത്രയധികം ഒരു അഭിമാനം തോന്നണത്. അത്ര വേണ്ടിയായിരുന്നു. ഞാൻ മറ്റേ പഴയ വീഡിയോ ഇവിടെ ടാഗ് ചെയ്യാം. അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഫീലിങ്സ് കിട്ടും. അതാണ് അതിന്റെ ഉത്തരം കിട്ടും. അല്ലാതെ ഓവറാക്കണതല്ല ഇത്. ഉപ്പും അച്ചാറും ഒഴിച്ച് സദ്യയിലുള്ള 5 കറികൾ: പപ്പടം, പഴം, പായസം, സാമ്പാർ, എലിശ്ശേരി, പുലിശ്ശേരി, ഓലൻ, തോരൻ, ഇഞ്ചമ്പുളി, പായസം. യു ക്യാൻ ടേക്ക് ദിസ്. യെസ്. ഇവ ബിന്നി. അത് തിരിച്ചു പറയാ സ്പെല്ലിംഗ് വെച്ചിട്ട്. YNNIBABE. യെസ് യെസ് കറക്റ്റ്. എങ്ങനെ പറ്റി നിനക്ക്? അറിയില്ലടാ. നീ പ്രിപ്പയർഡ് ആണ്. ഞാൻ പഴയ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വന്നടാ എന്നെ കണ്ടിട്ട് എന്റെ ഉത്തരങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ അത് കോമഡി സാധനമായിരുന്നു. അത് നമ്മൾ കണ്ട് കുറച്ച് ചിരിച്ചു. ഇന്നലെ കൂടി അത് കണ്ടുള്ളൂ ഞാൻ. ABCD ഇല്ലേ, അതില് G2A റിവേഴ്സ് പറ. GFEDCBA. പറഞ്ഞു GFED ഇല്ലേ, CBA. ഒരുപാട് സ്പോർട്സ് ഉണ്ട് ലോകത്തില്. 5 സ്പോർട്സ്മാൻമാരുടെ പേര്. എംബാപ്പെ, സച്ചിൻ, റൊണാൾഡോ, മെസ്സി, ധോനി. ഞാൻ പേര് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എംബാപ്പെ കൊള്ളാലോ പേര്. എന്നാലും എംബാപ്പെ, സച്ചിൻ, ധോണി. ഞാൻ കിട്ടില്ല, പിന്നെ വന്നതാ പെട്ടെന്ന്. ധോണി പോലെ തുഴഞ്ഞെത്തിയ. എന്നാലും കുഴപ്പമില്ല. അടുത്ത് ചോദിക്കും. വിരാട് കോഹ്ലി. ഇത് മതി. എങ്ങനെ പറയണത്? നാ വെച്ച് തുടങ്ങുന്ന 3 പാട്ട്. നന്മ നേരുമമ്മ, നാരായണക്കാറ്റേ, 3 പാട്ട് പറഞ്ഞു. നല്ല നാട. ഓക്കെ, കിട്ടിയില്ലേ? പാട്ടിൽ ഞാൻ വീക്കപ്പ് ഉണ്ട്. ലോജിക്ക് ഉപയോഗിക്കേണ്ടതാണ്. അയ്യോ അതില്ലല്ലോ. ഇപ്പൊ കണ്ടുപിടിച്ചില്ല. 68ന്റെ പകുതി 34. അങ്ങനത്തെ എഴുതിക്കോ. ചോദ്യം വളരെ സിമ്പിൾ ആണ്. 1 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60. മിനിറ്റ് അല്ല, സെക്കൻഡ്. എനിക്കറിയാം നിന്നെ. 120 അല്ല 360 അല്ല അല്ല. ഞാൻ തന്നെ നോക്കണം. എനിക്കറിയില്ല. പറ, എത്രയായിരിക്കും? 1 മിനിറ്റിലാ? 1 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 into 60. 60 into 60 കറക്റ്റ്. 120. 60 into 60 120. 360 ആണോ? എനിക്കറിയാം. 270. 16. Yes, she became the old diva. ആ പഴയ ഓർമ്മകളിലേക്ക് അവൾ എത്തിയിരിക്കുന്നു ഗൈസ്. 00. ഇതിങ്ങനെ കൂട്ടണം. 60 into 60 എത്രന്ന് കിട്ടണേ നിനക്ക്? 00. 3600. കറക്റ്റ്. ഹെക്സഗൺ ഷേപ്പിന് എത്ര സൈഡ്സ് ഉണ്ട്? ഹെക്സഗൺ 6. 4 സെക്കൻഡ് ഉത്തരം. 4 സെക്കൻഡാ? 3 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു. ഏതെങ്കിലും വണ്ടിയുടെ ഏതെങ്കിലും 5 പാർട്ടിന്റെ പേര്. മങ്കാട്, സ്റ്റിയറിംഗ്, ഗിയർ, ബ്രേക്ക്, ആക്സിലേറ്റർ. പറഞ്ഞില്ലേ? പറഞ്ഞില്ല മോനെ, തെറ്റിപ്പോയില്ലേ? എന്താ തെറ്റിയത്? അല്ല 7 സെക്കൻഡിനുള്ളിൽ പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ ഉത്തരം പറഞ്ഞു, പക്ഷേ തെറ്റായിരുന്നു. മില്ലി സെക്കൻഡിന്റെ ആടാ. തരില്ല. ഔട്ട്സൈഡ് ഇന്ത്യ സംസാരിക്കണ 5 ലാംഗ്വേജ്. ഹിന്ദി, തെലുങ്ക്. ഔട്ട്സൈഡ് ഇന്ത്യ. ഫ്രഞ്ച്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയത്. ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, ജപ്പാനീസ്, മംഗോളിയൻ, കൊറിയൻ, തഗാലോ. ഇതില്ലേ? കഴിഞ്ഞു. അഞ്ഞോ കൊറേ പറഞ്ഞല്ലോ. പക്ഷെ ആദ്യം പാളി പോയിട്ടാ, ഞാൻ മറന്നുപോയതാ. എന്തായാലും കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞില്ലേ. അടുത്തത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. ഞാനാണ് ഇപ്പൊ നീ ചോദിച്ചതല്ലേ? സോറി, അതായത് പറഞ്ഞു. ഇത്തിരി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നീ ഇത്രയും ചോദിച്ചോണ്ട് നിന്നോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. രാമു, ദാമു, രാജു, ഇതൊക്കെ സാധാരണ പേരുകളല്ലേ. പക്ഷെ പേര് കേട്ടാൽ തന്നെ ഹിന്ദിക്കാരാന്ന് മനസ്സിലാവുന്ന 5 പേരുകൾ.
അതെന്ത് ക്വസ്റ്റ്യൻ ആണ്? ഞാൻ കാര്യം പറയട്ടെ, ഇത്രയും സിമ്പിൾ ഒരു ചോദ്യം വേറെ ആരും ചലഞ്ചിന്റെ ചരിത്രത്തിൽ ചോദിച്ചിട്ടുണ്ടാവില്ല. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ, ഉണ്ടെങ്കിലോ ഗാൻ ആകെ ഇവിടെ ഉള്ള ഒരു ഗാനുള്ളത് ഞങ്ങളുടെ ഷബീർ ഖാൻ. അങ്ങനെ എന്റെ മൈൻഡിൽ വന്ന മാസിയൊക്കെയാണ്. ഹിന്ദിക്കാരെന്ന് പറയുമ്പോ അവരല്ലേ എന്റെ മൈൻഡില്. എന്റെ മൈൻഡില് കപ്പൂരൊന്നുമില്ല. ഷാറുഖ് ഖാനൊക്കെ പിന്നെ അമേരിക്കക്കാരനല്ലോ. എന്റെ മൈൻഡില് മാസിയും ശീലൊക്കെയാ. നമ്മൾ അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ 5 ആനിമൽസിന്റെ സൗണ്ട് ഇതൊക്കെ ഏതാ ഡിനോസർ? ഇത് അതല്ല ഇംപ്ലിമെന്റ് ചെയ്യല്ലേ. സോറി, ഇംപ്ലിമെന്റ് ചെയ്യല്ലേ. രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ ആട്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് എന്താ നീ കാണിച്ചു? എരുമ എരുമ. അത് എരുമ അവളെ വിളിച്ചതാ. അടുത്തത് ഒരു ഫോൺ ഫ്രണ്ട് ആണ്. ഫോൺ വിളിച്ചതിന് ശേഷം അവര് കോൾ എടുത്തതിന് ശേഷം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നീ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് ആ ഫ്രണ്ടിനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിക്കണം. ഇതാണ് വിട്ട കേസടോ. ഒരു രക്ഷയില്ല, പറയിപ്പിച്ചേ പറ്റൂ. റിങ് ചെയ്തിട്ട് റിങ് ചെയ്ത് ഫോൺ എടുത്ത് ഹലോ പറഞ്ഞതിന് ശേഷം ഞാൻ കൗണ്ട് ചെയ്യും. വിളിക്കണം ആൻസിനെ. ആൻസിനെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഞാനൊരു ചലഞ്ച് ചെയ്യായിരുന്നു. ഞാൻ വിളിക്കാം പേരന്റ്. ഭാഗ്യം. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഞാൻ ഒരു കൂടി പറഞ്ഞാൽ തീർന്നാണ്. എന്റെ ഒക്കെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഐ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും ലവ് യു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് പോവാൻ ഇഷ്ടമുള്ള 5 രാജ്യങ്ങള്. അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും. എനിക്ക് പോവാൻ ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ, UK, പാരീസ്, ഫ്രാൻസ്, അമേരിക്ക, USA, വിയറ്റ്നാം. ഏതൊക്കെയാ വേറെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഏതൊക്കെയാ? കാനഡ, UK, ജപ്പാൻ, ഐസ്ലാൻഡ്, പാകിസ്ഥാൻ, കൊറിയ. ഞാൻ പറയാറുണ്ടല്ലോ പാകിസ്ഥാൻ. ഞാൻ റിജോച്ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് പാകിസ്ഥാനിൽ പോകണം. അതെന്തിനാ അവിടെ പോയിട്ട്? പറ്റാത്ത സ്ഥലമല്ലേ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ നിനക്ക്? നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലം. പണ്ട് നമ്മളെടുത്ത് പറയില്ല അവിടെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവള് അങ്ങോട്ട് വിട്ടു എന്ന് പറയാം. ഇന്ത്യ ഗവൺമെന്റിന് വേണമെങ്കിൽ ബ്രീത്ത് എടുക്കണോ? ഓക്കെ. ഇന്ത്യയിലത്തെ ഏതെങ്കിലും 5 റെസ്റ്റോറന്റിന്റെ പേര്. ചീരവല, രസതന്ത്ര, താജ്, മാരിയറ്റ്, ഹയാത്ത്. മാരിയറ്റും ഹയാത്തും ഒക്കെ റെസ്റ്റോറന്റുകളാണെന്ന് വെച്ചാൽ അതൊക്കെ ഹോട്ടൽസാ. തിന്നാൻ എന്തെങ്കിലും കിട്ടില്ല അവിടെ. അല്ല കിട്ടും. മലയാളി ഫുഡ്സ് ഇല്ലേ, മലയാളി ഫുഡുകളിൽ ചില കോമ്പിനേഷനുകൾ മലയാളികൾക്ക് ഇഷ്ടമാണ്. 5 പുട്ടും കടലയും, പൊറോട്ടയും ബീഫും, ദോശയും ചമ്മന്തിയും, ഇഡ്ഡലിയും ചമ്മന്തിയും, മസാല ദോശ, നെയ്റോസ്റ്റും ചട്നിയും, ഉണ്ണിയപ്പം. അവസാനം കടന്നോട്ടെ 7ാമത്തേത് ഉണ്ണിയപ്പം. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇംഗ്ലീഷ് പേരുള്ള 5 മലയാള സിനിമ. CID, മൂസ, എനിക്കറിയില്ല. മുംബൈ ഡയറീസ്. കഴിഞ്ഞ് മുംബൈ പോലീസാടാ. മുംബൈ പോലീസ്, അങ്കമാലി ഡയറീസ്. 5 വേൾഡ് വണ്ടേഴ്സ്. ഈഫിൽ ടവർ, താജ്മഹൽ, പിരമിഡ് ഓഫ് ഈജിപ്റ്റ്. അല്ല, പിരമിഡ് ഓഫ് ഈജിപ്റ്റ് അല്ലല്ലോ, പെറുവിലുള്ള മറ്റേ സാധനം. തീർന്നു. അതെന്തിനാ ഡിസ്ക്രിപ്ഷൻ ഒക്കെ തന്നെ? അല്ല, കിട്ടേണ്ടത്. ചൈന വൻമതിൽ, ബുർജ് ഖലീഫ വണ്ടർ എന്നല്ല. നീ വണ്ടർ അല്ല ഇവേ. അപ്പൊ എനിക്കൊരു പോയിന്റ്. നീ തെറ്റുത്തരം 2 പറഞ്ഞേ. ബുർജ് ഖലീഫ അല്ല, ബുർജ് ഖലീഫ 1 പറഞ്ഞാൽ മതി. എന്നാ ഇത് തിരുമുടുക്കുന്ന പള്ളി. പിസയിലെ ചെരിഞ്ഞ ഗോപുരം. ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്കറിയാവുന്ന പേര്. 1 കിലോഗ്രാമില് എത്ര ഗ്രാം ഉണ്ട്? 1 കിലോഗ്രാമിൽ എത്ര ഗ്രാം ഉണ്ട്? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൾക്കൊന്നും അറിയില്ല. ഒക്കെ ആക്ടിങ്. എനിക്കറിയില്ല. എത്ര സമയം കഴിഞ്ഞു. എത്ര ഗ്രാം ആടി 1 കിലോഗ്രാം? എത്ര ഗ്രാം ആയിരിക്കും 1 കിലോഗ്രാം? 1000. ഗുഡ് ബോയ്. അങ്ങനെ വേണം നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ. മമ്മി ഞാൻ എന്തിനാ അവിടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ അവിടെ ഇരിക്കണോ? അത് 7 സെക്കൻഡ് ആയതുകൊണ്ടൊക്കെ ആലോചിച്ച് കിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടൈം എടുക്കാലോ. എന്തായാലും തോറ്റു. അടുത്ത ചോദിച്ചോ. 5 മദ്യക്കുപ്പികളുടെ പേര്. അയ്യോ പപ്പ. ഓക്കെ. മാജിക് മൊമെന്റ്സ്, ഹണി ബി, ജോണി വാക്കർ, ജാക്ക് ഡാനിയൽ. കിട്ടിയില്ല കേസ്. റെഡ് ലേബിള്, ബ്ലാക്ക് ലേബിള്. അതന്നെ 2 പിന്നെ JD ആയി. ബൂം ബാങ്.
വാറ്റ് 67 66 1 കിലോ എത്ര ഗ്രാമെന്ന് അറിയാത്തോളാം. മലയാള ഭാഷയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് മലയാള ഭാഷ മുമ്പ് നിനക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമൊന്നും എനിക്ക് വേണ്ട. 3 പഴഞ്ചൊല്ല്. നാട്ടോടുമ്പോ നടുവേ ഓടണം, പഴത്തൊലി വീണു വീഴരുത്. അല്ല അതങ്ങനെയൊക്കെ അങ്ങനെയില്ല. ഓടി കുതിര ചാടി കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിര. ചെരുപ്പ് കടങ്കഥ പോടുന്നു ഒന്നും അറിയില്ല. പോ പോ പോ. അതും കഴിഞ്ഞു, തോറ്റു. അതായിരുന്നു. Come on, Iva, come on. This challenge is getting interesting. എന്റെ ആ ഒരു ഇത് പോയി, ആ ഓറ പോയി. പക്ഷെ എനിക്ക് ഓറ വന്നു. Fly to കേരള എയർലൈൻസ്, എത്തിഹാദ്, എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഇൻഡിഗോ, എയർ അറേബ്യ, സ്പൈസ് ജെറ്റ്. ഐ എം വെരി സ്പൈസി. കണ്ട സത്യം. അത് കറക്റ്റായി. എന്തിന് പെട്ടെന്ന് പറഞ്ഞ 3 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞ ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഉത്തരം പറഞ്ഞെടുക്കുക. സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. 5 എണ്ണം പറയാനാ ഞാൻ വിചാരിച്ചേ, പക്ഷെ ഇവളായതുകൊണ്ട് 3 എണ്ണം മതി. 5 എണ്ണം പറയും. ഓക്കെ. 5 ഹിൽ സ്റ്റേഷൻസിന്റെ പേര്. മൂന്നാറ്, വട്ടവട, മൊട്ടക്കുന്ന്, ഏഴാറ്റുമുക്കല്ല, അതിരപ്പള്ളി, വാഴച്ചാല് എന്ന് പോയതാണ്. 3 മതി. നീ അതല്ലേ ചോദിച്ചേ? എറന്നെടുത്തതല്ലേ, വേണമെങ്കിൽ എടുത്തോ. പോയിന്റ് അഞ്ചല്ല, നീ 3 വെച്ച് ഞാൻ വെറുതെ അഹങ്കാരം കാണിച്ചതാ. 3 ഉദ്ദേശിച്ചിട്ടുണ്ടായി. ചോദിക്കടുത്ത ചോദിക്കും. എറന്ന് വരെ തുടങ്ങി. അവൾക്ക് മനസ്സിലായി അവള് തോക്കുന്നു ഇങ്ങനെ പോയ. നമ്മളുടെ ഫ്രണ്ട്സിന്റെ യൂട്യൂബ് ചാനൽസ് നിനക്കറിയാം, പക്ഷെ മലയാളത്തിലെ അവരൊഴിച്ചിട്ടുള്ള വേറെ കപ്പിൾ ചാനൽസിന്റെ പേര് പറ. കപ്പിളാ? ട്രിപ്പ് കപ്പിൾ, മല്ലു വ്ലോഗ്സ്. എനിക്കറിയില്ല, ഞാൻ വീക്കായി പോയി. ഏതൊക്കെയോ അല്ലെങ്കിൽ രാഗേച്ചി പറയുന്നത് എനിക്കറിയാം. അങ്ങനെ അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറഞ്ഞേ. എങ്ങനെയാ പറഞ്ഞത്? എത്ര ലൈഫ് സ്റ്റൈൽ നമ്മള് മാത്രല്ല ലോകത്ത് എക്സിസ്റ്റ് ആയിട്ടുള്ള നമ്മള് നിലവിലില്ല. അടുത്തത് നിന്നോട് ചോദ്യം. നമ്മുടെ ശരീരത്തിലുള്ള 5 ഇന്റേണൽ ഓർഗൻസിന്റെ പേര്. ഹാർട്ട്, കിഡ്നി, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, മിഡ് ഇൻറ്റെസ്റ്റൈൻ, സെമി ഇൻറ്റെസ്റ്റൈൻ. ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഉണ്ട്. എന്റെ അമ്മ ഉണ്ട്. ഇവ നീ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നിന്റെ ലൈഫ് ഉണ്ടാവുക? പോട്ടെ, രോഗികളുടെ ലൈഫ് എന്തായിരുന്നു? എന്തോട്ടോ അവര് നന്നായി പോയേനെ. അതെ, നന്നായി വീട്ടിൽ കിടാ പെട്ടിയില്. ഓക്കെ, അടുത്തത്. അങ്ങനെ പറയാം. സോറി, ഇവ ഡോക്ടർ ആവില്ല. അങ്ങനെയല്ലേ പറയാൻ പാടില്ല. മറ്റേത് എന്തായാലും ആവും ആയിക്കഴിഞ്ഞാ. അടുത്തതൊരു ടാസ്ക് ആണ്. ഓക്കെ. 7 സെക്കൻഡില് അതല്ലേ നമുക്ക് അറിയാവുന്ന. എനിക്ക് വൃത്തിക്ക് ലിപ്സ്റ്റിക് ഇട്ടാ. അയ്യോ, അയ്യോടാ പ്ലസ്. അയ്യോ, ഇത് വില കൂടിയ ലിപ്സ്റ്റിക് ആണോ? ലിപ്സ്റ്റിക്കാ തുടങ്ങിട്ടാ തൊട്ടില്ല. അതെന്തിപ്പോ നീ എന്താ ഓവറാക്കിക്കൊണ്ടിരുന്നത്? ഇത്ര ഓവർ ഇങ്ങനെ ഇതാക്കിയത് എടുത്തങ്ങ് എനിക്ക് അങ്ങനത്തെ പോയിന്റ് വേണ്ടടി. ഞാൻ എന്ത് ചെയ്യുമ്പോൾ അതിനൊരു ക്ലാസ് ഉണ്ടായിരിക്കും. നീ ചെയ്യുമ്പോഴും ക്ലാസ് ഉണ്ടാവും. ഞാൻ ചെയ്യുമ്പോൾ ഹൈ ക്ലാസ്, ഇവൾ ചെയ്യുമ്പോൾ ലോ ക്ലാസ്. നമ്മൾ മിഡിൽ ക്ലാസ് അല്ലേ? നീ പറയണില്ല. പ്രിപ്പയർ ചെയ്യണോ? പറ. വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. നരൻ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ പേരെന്താണ്? ഫുൾ നെയിം? ദിവാകരേട്ടൻ. എനിക്കറിയില്ല. വേലായുധൻ. എന്ത് വേലായുധനാ? മുരുകവേലായുധൻ. നിന്റെ മുല്ലക്കൊള്ളി വേലായുധൻ. ഓ, ഇതും അറിയില്ലേ? ഞാൻ കരുതി ഇത് പറയായിരിക്കുന്നുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന. വേല് ആയുധമാക്കിയവനാണ് വേലായുധൻ. അങ്ങനത്തെ ഒരു ക്ലാസ് പടം ലാലേണ്ട വന്നിരുന്നെങ്കിൽ ഓർമ്മിപ്പിക്കല്ലേ. അടുത്ത പറ. കേരളത്തിൽ 5 മരങ്ങളുടെ പേര്. വാഴ, തെങ്ങ്, മാവ്, പ്ലാവ്, ചക്ക, ചാമ്പ, ലൂവി, പിന്നെ 5 കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള 5 നേതാക്കളുടെ പേര്. മുള്ളംകൊല്ലി വേതായാലും അയ്യോ എന്നിട്ടാ എനിക്കാണോ? പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആരാ? സതീശൻ, വി ഡി സതീശൻ. കഴിഞ്ഞു, അതെങ്കിലും പറഞ്ഞല്ലോ. വെരി ഗുഡ്. ബട്ട് വേണമെങ്കിൽ പോയിന്റ് എടുത്തോ. വി ഡി സതീശൻ എന്നുള്ള പേര് നീ പറഞ്ഞല്ലോ. 5 വേണ്ടിയത്. മുഖ്യമന്ത്രി ആരാന്നെങ്കിലും അറിയാലോ നിനക്ക്. രമേശ് പിഷാരടി ഒക്കെ പറയായിരുന്നില്ലേ നിനക്ക്? സെലിബ്രിറ്റീസിന്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ എല്ലാവരും അതിലാണല്ലോ. 5 തിങ്സ് സ്മെൽസ് ഗുഡ്. പെർഫ്യൂം, സൺഫ്ലവർ, ചിക്കൻ ഫ്രൈ, മട്ടൻ ബിരിയാണി, പിന്നെ ലൂവിക്ക് അച്ചാർ. ഇതൊക്കെ സ്മെൽസ് ഗുഡ് തന്നെയല്ലേ? ഗുഡ് മീൻസ് അങ്ങനെ അത് പറയണേ. ചോദ്യം ക്ലിയർ ആണോ? സ്മെൽസ് ഗുഡ് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല എന്നോട്. എല്ലാവർക്കും ഈ രൂപിക്ക് അച്ചാർ സ്മെൽസ് ഗുഡ് ആവണം എന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഭക്ഷണം സൺഫ്ലവർ വേണ്ട. എനിക്ക് പോയിന്റ് വേണ്ട. എനിക്ക് വേണ്ട അവതാര്യം. പൂജിട്ടോ? വേണ്ട പൂജിട്ടോ. എനിക്ക് വേണ്ട പോയിന്റ്.
വേണ്ട, ചിലപ്പോൾ ഇതിട്ടിട്ട് ഞാൻ നിന്റെ ആരാധകർ വന്ന് ബഹളം ഉണ്ടാക്കി ഞാനൊരു ഉത്തരം പറഞ്ഞ എന്നിട്ടും പോയിന്റ് എടുത്തത്. എനിക്ക് വേണ്ട നിന്റെ പോയിന്റ്. എനിക്ക് പോയിന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അടുത്ത എന്റെ ചോദ്യമല്ലേ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻസും സംഭവങ്ങളൊക്കെ നടന്മാര് കാണിക്കാറുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ എടുത്തോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചാൽ രജനീകാന്ത് പടയപ്പയിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഏതെങ്കിലും സിനിമയിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ. പുലിമുരുകൻ. വേറൊന്നും കൂടി കാണിക്കാം കൊതിയായിട്ടാ. പഴയ 5 TV ഷോസ്. ഓ, ശക്തിമാൻ, ദയാസാഗർ, മഹാഭാരതം, രാമായണം, ജയ് ഹനുമാൻ. ദൂരദർശൻ കീ ജയ് പറടി. ജയിക്കത്ര ഇത് പോരണം. ഓക്കെ, അടുത്തത് നീ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഗോൾഡ് കോയിൻ ഞാൻ സമ്മാനമായിട്ട് വാങ്ങി തരുന്നതായിരിക്കും. സത്യം. അയ്യോ, എനിക്ക് പേടിയാണ്. അങ്ങനെ എനിക്ക് സ്ട്രെസ്. ആരി ബാബുക്കുട്ടൻ ഗോൾഡ് കോയിൻ വേണ്ട, എനിക്ക് കമ്മല് മതി. കമ്മല് ഞാൻ പ്രിപ്പയർ ആടാ. മറ്റേ ക്ലൂ ഒന്നുമില്ലേ? ക്ലൂ ഒന്നും. പിന്നെ ഗോൾഡ് മുന്നേ നീ പറഞ്ഞില്ലേ ഗോൾഡ് കോയിൻ തരയും വേണം, നിനക്ക് ക്ലൂവും വേണം. ഓക്കെ, ചോദ്യം വളരെ ഗോൾഡ് കോയിൻ അല്ല, ഡയമണ്ട് കമ്മല്. അതാണ് പറഞ്ഞത്. ഓക്കെ, ചോദ്യം സ്റ്റാർട്ട്. ഗോൾഡ് കോയിൻ എന്തെങ്കിലും. എനിക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലോ. എന്തായിരുന്നു ചോദ്യം? ചോദ്യം ഇതാണ്, 2 പവൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം? സിമ്പിൾ. ഡയമണ്ട് കമ്മല്. പിന്നെ ഏതാ വേണ്ടത് നിനക്ക്? 860 ഗ്രാമാണോടി 2 പവൻ എന്ന് പറയുന്നത്. 1 പവൻ എന്ന് പറയുന്നത് എത്ര ഗ്രാമാ? 8 ഗ്രാം. 8 ഗ്രാം. 16 ഗ്രാം. എടാ, ഇതെന്താണ് ഇത്ര സിമ്പിൾ ചോദ്യം ഉത്തരം പറയാൻ? പെട്ടെന്ന് കിട്ടാത്താണോ? നീ പരീക്ഷയ്ക്ക് പോകുമ്പോ പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതി. പക്ഷെ ഇതിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞേ. സമയത്തിനുള്ളിൽ പറഞ്ഞില്ലല്ലോ. ഗോൾഡ് കമ്മൽ ക്യാൻസൽ. ഓക്കെ, അടുത്തൊന്നുമില്ല. അല്ല, ഡയമണ്ട് കമ്മൽ ക്യാൻസൽ എന്ന് ഉദ്ദേശിച്ചത് എന്റെ പൊന്നാര ഇവേ. അടുത്ത ചോദ്യം ചോദിക്കും. എന്റെ ചോദ്യം റെഡി. മെൽറ്റ് ആവുന്ന 5 ഐറ്റംസ്. ഐസ്ക്രീം, ഡാൽഡ, ഐസ്, സ്നോ, പിന്നെ എന്റെ ഹൃദയം. മലയാള സിനിമയിലുള്ള ഏതെങ്കിലും ഒരു വില്ലൻ ക്യാരക്ടറിന്റെ പേര് ഒരെണ്ണം പറഞ്ഞാൽ മതി. വടിവേലു. ക്യാരക്ടർ നെയിം വേണ്ടത്. മുല്ലൻകൊള്ളി വേലായുധം എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, സമയം വേണ്ട. ഇതിന് ഇഷ്ടംപോലെ സമയം എടുത്തോ. പറഞ്ഞോ. രത്തൻ ടാറ്റ മലയാള സിനിമയിൽ എപ്പോഴാണ് വില്ലനായിട്ട് അഭിനയിച്ചത്? ഓ, നീ നടന്റെ പേരാണോ? നടന്റെ അല്ല, ക്യാരക്ടറിന്റെ പേര്. പറഞ്ഞോ, സമയം എടുത്തോ. രഘുവരൻ നടന്റെ പേരാ. ഇത് വരില്ല കേസ്, എനിക്ക് ഉറപ്പാ. ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ. മുണ്ടക്കൽ ശേഖരൻ. വഴിമാറണം മുണ്ടക്കൽ ശേഖരൻ. കറക്റ്റ്, എനിക്ക് അറിയായിരുന്നു എന്തായാലും നീ പറയില്ലാന്ന്. ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ടോട്ടൽ നോക്കാം എത്രയെന്ന്. ആരാ വിന്നർ നോക്കേണ്ട കാര്യമില്ല. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. കള്ള പോയിന്റുകൾ ഇട്ടിട്ടില്ലെങ്കിൽ 11 പോയിന്റ് എനിക്ക് വിജയകരമായി കിട്ടിയിരിക്കുകയാണ്. 1 2 3 4 5 9 തോറ്റു. വിജയകരമായി തോറ്റിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു 0-10. അതായിരുന്നു അവസ്ഥ. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നമ്മള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു വീഡിയോ. അതെ, എനിക്ക് പണ്ടത്തെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഒറ്റൊരു കാര്യം മാത്രം എനിക്ക് ഒരു ലെസൺ ആയിട്ട് കിട്ടിയത്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. അതായത് 5% ഇവ ഇപ്പൊ ഒരു 7% എത്തിയിട്ടുണ്ട്. 1 മാർക്കിന്റെ വ്യത്യാസം. പക്ഷെ ഞാൻ ഇങ്ങനെ വരും പറഞ്ഞാൽ കുറച്ചും കൂടി പ്രയത്നിച്ചാൽ ലാസ്റ്റ് ഈസി ആയിട്ട് അറിയാം. അടുത്തൊരു ചലഞ്ച് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു ഫൺ മാത്രമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ചാലഞ്ച് വീഡിയോസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ട്രൈ ചെയ്യാതിരിക്കാനായിട്ട് ചെയ്യാനായിട്ട് എന്തോരം കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് നോക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. എന്റെ ഡ്രസ്സ് എവിടെ നിന്നാണ് ചോദിക്കാൻ വഴിയുണ്ട്, പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ പറയാം, കടയിൽ അല്ല, ഗുജറാത്തിൽ നിന്നാണ്. ദിസ് ഈസ് എ കുർത്ത, എൻ്റെ പാൻറ്, എൻ്റെ ഷോർട്ട്, അത് മുള്ള.